യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകാരംഭം മുതൽ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ദുഷ്ടശത്രുവിൻ്റെ അന്തിമ പരാജയത്തിലൂടെ ലോകസൃഷ്ടികൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സങ്കീർണതയിൽ നിന്നും മോചിക്കപ്പെടുന്നു. തിന്മയുടെ അരൂപി നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ നമ്മോട് പറയുന്നത്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കാനായി കടന്നു വരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛനിലൂടെ ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ഷീന, സ്ഥലം കളത്തൂർ. എൻ്റെ അമ്മാവൻ്റെ മോൻ മരത്തിൽ നിന്ന് വീണ് നട്ടെല്ല് 3 സ്ഥലത്ത് പൊട്ടുകയും ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടർമാർ എഴുന്നേറ്റ് നടക്കുമെന്ന് ഉറപ്പൊന്നും പറഞ്ഞില്ലായിരുന്നു. അവൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ആരാധനയുടെ സമയത്ത് ഞങ്ങളോടിരുന്ന് പ്രാർത്ഥിച്ചു. അവന് സൗഖ്യം തന്നാൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നു. ഞങ്ങൾ തിങ്കളാഴ്ച അവൻ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ അവൻ നടന്നുകൊണ്ടാണ് വീട്ടിലോട്ട് വന്നത്. യേശുവേ നന്ദി. അതുപോലെ എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയായിരുന്നു. അമ്മ ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളെ ഉറങ്ങാൻ പോലും സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്ത് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അമ്മയ്ക്ക് സുഖപ്പെടുത്തണം, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തിന്മ പ്രവർത്തിക്കുന്ന വഴികളെയും ഒരു തിന്മ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചില ലോകത്തിൻ്റെ പിശാചിൻ്റെ അരൂപികൾ ചില വ്യക്തികളുടെ മേൽ നിലയുറപ്പിച്ച് കഴിയുമ്പോൾ ആ വ്യക്തികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സ്വഭാവത്തിൻ്റെ മേഖലകൾ പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുക. ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മയാണോ പരിശുദ്ധാത്മാവാണോ അല്ലെങ്കിൽ പിശാചിൻ്റെ അരൂപിയാണോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. കർത്താവ് നമുക്കിന്ന് തന്നിരിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഈശോ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു അശുദ്ധാത്മാവ്, ഒരു തിന്മയുടെ അരൂപി ഒരു വ്യക്തിയിൽ കടന്ന് പ്രവർത്തിച്ചപ്പോൾ ആ വ്യക്തിയിലുണ്ടാക്കിയ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മൾ അറിയുന്ന ഏതെങ്കിലും ജീവിതങ്ങളിലോ ഇതുപോലെയുള്ള സ്വഭാവത്തിൻ്റെ ചില വൈകല്യങ്ങൾ ചില അവസ്ഥകളുണ്ടെങ്കിൽ
അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് നമുക്കറിയാം പരിശുദ്ധ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അശുദ്ധ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാരൂപിയും പിശാചിൻ്റെ അരൂപിയും ഈ ലോകത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയിൽ കടന്നു വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്ക് ഇടയിൽ നിന്നും എതിരെ വന്നു. ശ്രദ്ധിക്കണേ, അവൻ താമസിക്കുന്ന ഇടം എവിടെയാണെന്ന് നോക്കിക്കേ, അവൻ കിടക്കുന്ന ഇടം എവിടെയാണെന്ന് നോക്കിക്കേ, അല്ലേ? ശവകുടീരങ്ങൾക്കിടയിലാണ് ഇവൻ്റെ വാസം. ഭവനത്തിൽ കിടക്കേണ്ടവൻ കിടക്കുന്ന സ്ഥലം വരെ മാറി. ഉണ്ടോ? ഇതുപോലെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഇതാ: ചിലവർ കിടക്കേണ്ട ഇടം മാറും, നിൽക്കേണ്ട ഇടം മാറും, താമസിക്കേണ്ട ഇടം മാറും, ബന്ധപ്പെടേണ്ട ഇടങ്ങൾ മാറും, കൂട്ടുകൂടേണ്ട ഇടങ്ങളൊക്കെ മാറ്റമുണ്ടാവും. നോർമലി ചെയ്യുന്ന കൂട്ടുകെട്ടല്ല, നോർമലി കിടക്കുന്ന ഇടങ്ങളിലല്ല ഒരു അശുദ്ധാത്മാവ് ബാധിച്ചാൽ ഒരു വ്യക്തി കിടക്കാൻ പോകുന്നത്. നോർമലി കിടക്കേണ്ടവടെ വീട്ടിൽ കിടക്കേണ്ടവനാ, അല്ലേ? രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തോട് ചേർന്ന് കുടുംബാംഗങ്ങളോട് കൂടെ ആയിരിക്കേണ്ടവൻ കിടക്കുന്നവിടെ അവൻ ശവകുടീരത്തിലാണ് കിടക്കുന്നത്. ഇപ്പം നോർമലി ആയിരിക്കേണ്ട ഇടങ്ങളിൽ ആയിരിക്കാൻ പറ്റില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴേ ചിലർ സ്ഥലം കാലിയാക്കും. ചിലപ്പോൾ അപ്പം തോർത്തൊക്കെ ഇട്ട് കവലയിലേക്ക് പോവോ, മാർക്കറ്റിൽ പോവോ, ചന്തയ്ക്ക് പോവോ ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ചില മക്കളൊക്കെ ആ സമയമാകുമ്പോഴേക്കും നേരെ ആ കൂട്ടുകാരെ വിളിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് ഒറ്റ പോക്കാം. അല്ലെങ്കിൽ ചിലർ വെറുതെ വാതിലടച്ച് മുറിക്കകത്തിരുന്നോളും. എനിക്ക് ആരിസ്മോനിൽ ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരി പറഞ്ഞ, എൻ്റെ അച്ഛോ, വീട്ടിൽ ജീവിത പങ്കാളി പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഞാനും 3 മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഒരു കുഴപ്പമില്ല, പുള്ളി വരണ്ട. അതാണോ? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയെന്ന് മാത്രമല്ല, ഇവർ സന്ധ്യാപ്രാർത്ഥന തുടങ്ങുമ്പോഴേ തൊട്ടപ്പുറത്തെ മുറിയിലാണ് TV വെച്ചിരിക്കുന്നത്. ആ മുറി പോരുന്ന് TV ഓണാക്കും. എന്നിട്ടോ ഇവരല്പം ഉച്ചത്തിൽ TVയുടെ സ്വരം കാണാൻ അല്പം ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ പുള്ളി അല്പം കൂടി ഉച്ചത്തിൽ വെക്കും. എന്നാൽ അല്പം കൂടി ഇവർ ഉച്ചത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ഈ പുള്ളി വീണ്ടും മാക്സിമം അങ്ങോട്ട് വയ്ക്കും TVയുടെ ഓളിയം. എന്നിട്ടാ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ പുള്ളിയുടെ വിഷമവും തീർന്നു, TV ഓഫ് ചെയ്തിട്ട് പുള്ളി പോയി കിടക്കും. എൻ്റെ അച്ഛോ, പുള്ളി പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു അപ്പനല്ലേ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്ന് മക്കളുടെ കൂടെ ഇരിക്കണ്ടേ? അല്ലെങ്കിൽ അപ്പനല്ലേ മക്കളെ വാ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വാ എന്ന് പറയേണ്ടത്? ഇത് അപ്പം വരികയില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കല്ല. കണ്ടോ? അപ്പൊ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ഇരിക്കേണ്ട അപ്പന് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ ഇടം തെറ്റിപ്പോയി. ഈ ശവകുടീരങ്ങൾക്കിടയിലാ അവന് പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവാ, ലോകത്തിന്റെ അരൂപിയാ, പിശാചിന്റെ അരൂപിയാ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയിൽ. കണ്ടോ? മക്കൾക്ക് മാതൃക കൊടുക്കേണ്ട അപ്പൻ മാതൃകയില്ലാത്തൊരു പ്രവൃത്തിയാ. ചിലവരൊക്കെ ഇതുപോലെ തന്നെ നോർമലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ തിന്മയുടെ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യാൻ പറ്റില്ല. നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, നോർമലായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ടാണ് മദ്യപാനത്തിൻ്റെ അരൂപിയൊക്കെ കയറി കഴിയുമ്പോൾ ചിലവരൊക്കെ മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് ജീവിത പങ്കാളിയാണെന്ന് നോക്കോ? ഇല്ല. മുതുകത്തിട്ടിടിക്കുക, ശാരീരികമായി പീഡിപ്പിക്കുക, മക്കളാണെന്ന് നോക്കുകയല്ല. ചിലപ്പോൾ പ്രായമുള്ള അപ്പനോ അമ്മയായിരിക്കും, അതും നോക്കുകയല്ല. ആരാണെന്നുള്ളൊരു ബോധമൊന്നുമില്ല. കണ്ടോ? നോർമലി ചെയ്യുന്ന കാര്യമാണ് സ്വന്തം ജീവിത പങ്കാളിയെ തല്ലുക എന്ന് പറയുന്നത്. ബോധമുള്ളവൻ ചെയ്യുന്ന കാര്യമാണോ? ദൈവ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ തന്ന ജീവിത പങ്കാളിയെ ശാരീരികമായി മദ്യപിച്ചിട്ട് വന്നിട്ട് കുടിക്കുക, അടിക്കുക, മാതാപിതാക്കളെ തല്ലുക, മക്കളെ അകാരണമായി പീഡിപ്പിക്കുക, ഇതൊക്കെ നോർമലി ഒരു അപ്പൻ ചെയ്യേണ്ട കാര്യമാണ്? അല്ല. ഇപ്പൊ നോർമലി ചെയ്യേണ്ടതൊന്നും അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ അവസ്ഥയാണെന്ന് നോക്കിക്കേ. ശവകുടീരങ്ങൾക്കിടയിൽ ഇവൻ്റെ കിടപ്പ്. ചിലവരൊക്കെ ഉണ്ട് വീട്ടിലെത്തൂല, അല്ലേ? വഴിയിൽ എവിടെയെങ്കിലും കിടക്കും, ചിലപ്പോൾ ഓടെ കിടക്കും, കലിങ്ങിൻ്റെ സൈഡിൽ കിടക്കും, ചിലപ്പോൾ PDM മറിയുടെ ഫ്രണ്ടിൽ കിടക്കും. ചിലതൊന്നും വീട്ടിലെത്താറില്ല ഈ തിന്മ ബാധിച്ചു കഴിഞ്ഞാൽ.
കാരിസ്മയിലെ ഒരു പയ്യനും അമ്മയും കൂടി വന്നാ. എന്നിട്ട് ഈ പയ്യൻ്റെ പ്രശ്നം, പയ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛോ ഞാനിനി എൻ്റെ അപ്പനെ കൂട്ടാനായിട്ട് പോകില്ല. അത് ഈ തള്ളെടുത്തുനിന്ന് അച്ഛൻ പറ. എന്നാന്ന് ചോദിച്ചപ്പോൾ പുള്ളി എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല പിമ്പിരിയായിട്ട് എവിടെയെങ്കിലും വഴിയിൽ കിടക്കും. അവിടെ കവലുള്ളവർ ഇവനെ വിളിക്കും, എടാ നിൻ്റെ അപ്പൻ ഇവിടെ കിടപ്പുണ്ട്, വന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ഇവൻ എന്നിട്ട് ഓട്ടോയായിട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരും. ഇത് തന്നെ സ്ഥിരം തൊഴിൽ. ഒരു ദിവസം ഇവൻ പറഞ്ഞു, എൻ്റെ അപ്പനെ കൂട്ടാൻ ഇനി ഞാൻ പോകുകയല്ല, അമ്മ വേണമെങ്കിൽ പൊക്കോ, എനിക്ക് മടുത്ത്, എനിക്ക് ഇപ്പം ഇത്രയും പ്രായമായി, എനിക്ക് നാണക്കേടാണ്. അപ്പനിങ്ങനെ മദ്യപിച്ച് വഴി കിടക്കുന്നു. അത് ഒരു ദിവസമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കുക. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ആയത് വളം വെച്ച് കൊടുത്തിട്ടില്ലേ, ഇനി ഞാൻ പോകുകയല്ല, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. രാത്രി 10 മണിയായി, ഇവൻ പോയില്ല. അമ്മയ്ക്ക് വിഷമം, എടാ ഒന്ന് പോയി നോക്കണം. അമ്മ പറഞ്ഞു, അമ്മ അവിടെ കിടക്ക്, വന്നോളൂന്നേ. 11 മണിയായി, അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇവൻ ഉറങ്ങാൻ വിളിച്ചത്, എടാ ഒന്ന് ചെന്ന് നോക്കണം, എന്നാ പറ്റിയെന്ന് അറിയത്ത്, ഇത്ര നേരമായിട്ട് കണ്ടില്ലോ, നീ ഒന്ന് പോയി നോക്ക് പറഞ്ഞ. അമ്മ പോയി കിടക്ക്, വന്നോളും. ഈ സഹോദരിക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ. ഈ പയ്യൻ വീണ്ടും കിടന്നു. ഒരു 12-1 മണി ആയി കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും വന്നു, എടാ ഒന്ന് പോയി നോക്കടേ, ഒന്ന് വിളിച്ച് നോക്കടേ, എവിടെയാണ്, ആരെങ്കിലും ഒന്ന് അന്വേഷിക്കടാ, ഇന്ന് ആരും വിളിച്ചുമില്ലല്ലോ. അമ്മ കിടക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ആരോ പുറത്തുനിന്ന് കോളിംഗ് ബെല്ല്. അപ്പോഴേക്ക് ഇവർക്ക് കാര്യം പിടിയിട്ട് ഇത് അപ്പനാണെന്ന്. അപ്പോഴേക്ക് അമ്മ ഓടിച്ചെന്ന് പുറകെ ഇവനും കിടക്കെന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ കോളിംഗ് ബെൽ അടിച്ച് തുറന്നു നോക്കിയാൽ അപ്പൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒറ്റ പ്രശ്നമുള്ളൂ, ഉടുതുണിയില്ല. ആള് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ബോധം വന്നപ്പോൾ പുള്ളി അങ്ങാണ്ട് അല്പം ബോധം തെളിഞ്ഞപ്പോൾ മനസ്സിലായി കിടക്കുന്നത് കിടക്കേണ്ടടത്തല്ലെന്ന്, വീട്ടിലെത്തിയിട്ടില്ലെന്ന്. പുള്ളി എങ്ങനെയോ എഴുന്നേറ്റ് വലിഞ്ഞ് ഈ ടീം വീടിൻ്റെ മുണ്ടിലെത്തി. നോക്കി കഴിഞ്ഞപ്പോൾ ഉടുത്തിരുന്ന മുണ്ട് എവിടെ പോയി പുള്ളി അറിഞ്ഞിട്ടില്ല. നോക്കിയ അവസ്ഥ എന്നാന്ന്, നോർമലായിട്ടൊരു അപ്പൻ ചെയ്യുന്ന കാര്യമാണത്. അശുദ്ധാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നോർമലായിട്ട് പറയേണ്ട കാര്യം പറയാൻ പറ്റില്ല. നോർമലായിട്ട് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീട്ടിൽ കിടക്കുന്നത് ശവകുടീരത്തിലാണ് കിടക്കുന്നത്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അതാണ്. പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇതുപോലെ ഇറങ്ങിപ്പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന തിന്മയാണേ. ഇന്നലെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പം പള്ളിയിൽ പോക്കില്ല, പെട്ടെന്നൊരു മാറ്റം. മുറിയിൽ വാതിലടച്ചിട്ടിരിക്കുക, അങ്ങനെ ഒന്നും സ്വഭാവമില്ലായിരുന്നു വെച്ചോ. ഇപ്പം പെട്ടെന്ന് ദേഷ്യം, എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുക, എന്തു പറഞ്ഞാലും കയർത്ത് സംസാരിക്കുക, എന്തിനും കുറ്റം കണ്ടുപിടിക്കുക, എന്തിനും പരാതി പറയുക, എന്തിനും പിറുപിറുക്കുക. ഉണ്ടോ? അങ്ങനെ ആയിരുന്നില്ല വെച്ചോ, പെട്ടെന്നൊരു മാറ്റം. ഉണ്ടോ? ഈ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നേ. നോർമലായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഒരു വ്യക്തി അങ്ങോട്ട് മാറ്റി. നോർമലായിട്ട് ചെയ്യാൻ പറ്റാത്ത പല പ്രവൃത്തി ഈ തിന്മ കയറി കഴിയും പറ്റും. അപ്പം വചനം പറയുന്നത്, അവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്നും എതിരെ വന്നു. എന്നിട്ട് ശ്രദ്ധിക്കണേ, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ വചനം പറയുന്നു ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ പറ്റിയില്ല. ഉണ്ടോ? മറ്റൊരു സ്വഭാവത്തിൻ്റെ അവസ്ഥയാണ്, മനസ്സിലാക്കാൻ പറ്റും. ഇവരെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു അമാനുഷികമായ ശക്തിയാണ് പിന്നെ ഇവരിൽ. ഭയങ്കര ബലമായിരിക്കും, ഭയങ്കര ശക്തിയായിരിക്കും. ചിലപ്പോൾ ദേഷ്യം കയറിക്കഴിഞ്ഞ് കാണിക്കുന്ന കണ്ടിട്ടില്ലേ, തല്ലി പൊടിക്കുക, അടിക്കുക, ഇടിക്കുക, ആരാ നോക്കുക, എന്നാ നോക്കില്ല, തല്ലി പൊളിക്കുക, പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എറിയുക. ഇവിടെ ഒരു പയ്യനെ കൊണ്ടുവന്നാ, അവന് ബൈക്ക് മേടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ട് വീട്ടിലെല്ലാം മേടിച്ചു കൊടുത്തില്ല. വീട്ടിൽ വന്നിട്ട് ദേഷ്യം കയറിയിട്ട് അവൻ ചെയ്ത് എന്നാണെന്നറിയാമോ, 10,60,000-70,000 രൂപ കൊടുത്ത് മേടിച്ച് വെച്ച വലിയ LED TV കൈകൊണ്ട് അങ്ങോട്ട് ഇടിച്ച് ഒറ്റ ഇടിക്ക് പൊട്ടിച്ച് അവൻ്റെ കൈയൊക്കെ ചോര ഒഴുകുക. എന്നിട്ട് അവനൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അവിടെ ഇവിടെ അങ്ങോട്ട് തല്ലി ഇടിച്ച് ദേഷ്യം തീർക്കുന്ന ഒരു അമാനുഷികമായ ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഇത് പറയുന്ന പോലെ തന്നെ അശുദ്ധാത്മാവിനും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഇവർക്ക് ഭയങ്കര ശക്തിയായിരിക്കും. പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, 2-3 പേര് പിടിച്ചാൽ നിൽക്കുകയില്ല. അതുകൊണ്ടില്ലേ എങ്ങനെയൊക്കെ പിടിച്ച് കെട്ടാൻ നോക്കിയാലും സമ്മതിക്കുകയില്ല. ഞാനവനെ കൊല്ലൂടാ തട്ടൂടാന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കാട്ട് തിന്മ പ്രവർത്തിക്കുന്ന. കാരിസ്മയിൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ സമയത്താണ് ശുശ്രൂഷ വന്നിട്ട് അച്ഛനും ഒന്ന് ഓടി വരാൻ പറഞ്ഞു. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ച് 10-18 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ചാണ്, നേഴ്സിങ്ങിന് അങ്ങനെ ചേർന്നിട്ടേ ഉള്ളൂ. ഈ പെങ്കൊച്ചിന് 5 പേര് കൂടി പിടിച്ചേക്കുക. കാരിസ്മയിൽ ഒരു അച്ഛനുണ്ട്, 2 കൗൺസിലേഴ്സുണ്ട്, യൂത്തിലെ പിള്ളേരുണ്ട്. ഇവരെല്ലാം കൂടി ഈ പെങ്കൊച്ചിനെ എന്നിട്ട് ഈ 5 പേർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവൾ ഇതെല്ലാത്തിനും അടിച്ച് തെറിപ്പിക്കുക. ഒരു തിന്മയുടെ സ്വാധീനത്തിൽ കിടക്കുന്ന കൊച്ച. കുറേ നേരം എടുത്ത് പ്രാർത്ഥിച്ചൊന്ന് ശാന്തമാക്കാനായിട്ട്. ഒരാളുടെ ശക്തിയല്ല തിന്മ, ആ തിന്മയുടെ ശക്തിയും കൂടി ഉണ്ടെന്ന് ഇവരിൽ.
അതുകൊണ്ട് സാധാരണ ഒരു വ്യക്തിക്കുള്ള മനുഷ്യനുള്ള ശക്തിയേക്കാൾ ഇരട്ടി ശക്തിയായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് പറയുന്നത് ചങ്ങല കൊണ്ടുപോലും ഈ സാധനത്തിനെ ബന്ധിച്ചിടാൻ പറ്റിയില്ല. മറ്റൊരു വ്യക്തിയായിട്ട് ഇവർ മാറുക. ഈയിടെ ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയത്. എന്നെ മകളുടെ ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അമ്മ വിളിച്ചത്. അച്ഛാ സമയം കിട്ടുമ്പോൾ ഒന്ന് വാ, നടക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറ്, ഇച്ചിരൊന്ന് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനൊരിക്കൽ സമയം കിട്ടിയപ്പോൾ അവർ പറഞ്ഞല്ലേ എന്ന് ഓർത്ത്, കുറേ നാളായാലും പറയുന്നതെന്ന് ഓർത്ത് ചെന്നാ. അപ്പം എനിക്ക് വേണ്ടി ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ പെണ്ണും അവിടെ ഇരിപ്പുണ്ട്, ഈ പെണ്ണിൻ്റെ സഹോദരി ഇരിപ്പുണ്ട്, ഒരു ആങ്ങളെ ഇരിപ്പുണ്ട്, അമ്മ ഇരിപ്പുണ്ട്. എന്നെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിനിടയ്ക്ക് അമ്മ ഇവളെക്കുറിച്ചുള്ള കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെയാണ് വെച്ചോ, പഴയ പോലെ ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഇവൾക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. പഠിത്തം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുറി കയറി, മുകളിലാ മുറി അവൾക്ക് കൊടുത്തത്, മുറി കയറി വാലടച്ചിട്ടിരിക്കുക, ഭക്ഷണം കഴിക്കാൻ മാത്രം ഇറങ്ങി വരും, വീണ്ടും പോകും, ഒരു മിണ്ടാട്ടില്ല, സംസാരമില്ല, ഇവൾക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല വെച്ചോ. അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയൊരു മാറ്റമൊക്കെ അവളുടെ മുഖത്ത് വരുന്നുണ്ട്. ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്കയിലാണ് നമ്മളും ഇരിക്കുന്നത്. ഇപ്പോൾ മുമ്പിൽ കപ്പ് സോസറിൽ ചായ ഇരിപ്പുണ്ട്, അവളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഞാനും ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്, അവളത് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്, കുടിക്കുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൈകൊണ്ട് കപ്പും സോസറും ഒറ്റ തട്ട്. നമ്മുടെ സൈഡിൽ കൂടെ ഈ ഐറ്റം പോയത്, ഇത്തിരി മാറിയിരുന്നെങ്കിൽ തീർന്നേനെ. ഇതെല്ലാം അങ്ങോട്ട് പൊട്ടിത്തകർന്നു. എന്നിട്ട് വിളി ചാടി എഴുന്നേറ്റിട്ട് ആ ടേബിളിൽ ഒറ്റ അടി അങ്ങോട്ട് അടിച്ചിട്ട്, തള്ളേ എൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അച്ഛനെ ഇവളെ വിളിച്ചുകൊണ്ടെന്നേ, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് മുകളിലേക്ക് ഒരൊറ്റ പോക്ക്, വാതിലങ്ങോട്ട് കൊട്ടി അങ്ങോട്ട് ഒരു ഒറ്റ അട. അതല്ലേ ചില കേസുകൾ വാതിലങ്ങോട്ട് കൊട്ടി അടയ്ക്കും, അവിടെ കൊട്ടി അങ്ങോട്ട് അടച്ചിട്ട് ഒറ്റ കയറിൽ കയറി മുറിയിലേക്ക്. എന്നിട്ട് ഇവളെ എപ്പോഴാണ് പുറത്ത് വന്നതെന്നറിയാം? 3 ദിവസം കഴിഞ്ഞ്. ഭക്ഷണമില്ല, വെള്ളമില്ല. നോർമലി പറ്റുന്ന കാര്യമാണോ? നമുക്കൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കും, നമുക്ക് വിശക്കാൻ തുടങ്ങും. കണ്ടോ, 3 ദിവസം അതിനുള്ളിലിരുന്ന് പട്ടിണി. അപ്പൻ എന്നിട്ട് പുറകെ കൂടി ഏണി വെച്ചൊക്കെ നോക്കിയെന്നാ പുള്ളിക്കാരത്ത് പറഞ്ഞ്. ഈ സാധനം അവിടെ കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, കട്ടിലെ കിടപ്പുണ്ട്, ഫോണും ചെവിട്ടിലങ്ങാണ് കുത്തിയിട്ടിട്ട് അവിടെ കിടപ്പുണ്ട്, ചത്തടൊന്നുമില്ല. ഇതൊരു അമാനുഷികമായ ശക്തിയാണ് തിന്മ കയറി കൊടുക്കുമ്പോൾ. കണ്ടോ, നോർമൽ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റുന്ന പോലെ തന്നെ അശുദ്ധാത്മാവിന് സാധ്യമാണ്. എന്നിട്ട് തുടർന്ന് വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഇവർ കാൽബലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു, അവനെ ഒതുക്കി നിൽക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശ്രദ്ധിക്കണേ, അലറി വിളിക്കുക. ചിലരുണ്ടല്ലേ ഭയങ്കര അലറി വിളിക്കല വീട്ടിൽ കിടന്ന്. എടാ പയ്യെ പറടാ, കേക്കട്ടെ, നാട്ടുകാർ കേക്കട്ടെ, വീട്ടുകാർ കേക്കട്ടെ. വീട്ടിൽ കേൾക്കാൻ പറഞ്ഞാൽ പോരെ, എല്ലാവരും കേക്കട്ടെ, നാട്ടുകാർ അലറി കാറി കൂകി ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി. ചില കേസുകളില്ലേ ഈ തിന്മയാന്നേ പ്രവർത്തിക്കുന്ന ഈ അരൂപിയ. ഭയങ്കര ബഹളം വയ്ക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, ദേഷ്യപ്പെടുക. എന്നിട്ട് പറയാ അവർ സ്വയം തന്നെ മുറിപ്പെടുത്തി. കണ്ടോ, ഈ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴുണ്ടായ പ്രശ്നമാണ്, ചിലവർ സ്വയം മുറിപ്പെടുത്താൻ തുടങ്ങും. ഒരു ആത്മഹത്യയുടെ ടെൻഡൻസി, സ്വയം മുറിപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി. എത്രയോ കുട്ടികളെ കാരിസ്മരം കൊണ്ടുവന്നത് സ്വയം കൈമുറിച്ചത്, കൈവെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഈ സൂയിസൈഡ് ടെൻഡൻസി ആയിട്ട്. ഇതൊരു തിന്മയുടെ അരൂപിയാണ്, ആത്മഹത്യയുടെ ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത്. കണ്ടോ, ചില ചേട്ടത്തിമാരുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ചെറിയ പ്രശ്നം അപ്പോഴേ എന്താ വെച്ചിട്ട് ഇടി 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 ഇടിച്ച് തന്നെ ഇടി, അയ്യോ അയ്യോ അല്ല കാര്യമുള്ള കാര്യമാണോ? കണ്ടോ, ഈ ആത്മഹത്യയുടെ അരൂപിയ, സ്വയം പീഡിപ്പിക്കുന്ന ഒരു അരൂപിയ, ഒരു തിന്മയുടെ അരൂപിയ. അത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അശുദ്ധാത്മാവ് ബാധിച്ചു കഴിയുമ്പോൾ സ്വഭാവത്തിൽ തന്നെ ഇതുപോലെ കുറേ മാറ്റങ്ങളുണ്ടാകും. നമുക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷം നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ, കീഴടക്കാൻ പറ്റാത്ത ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ, ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില ദുശീലങ്ങൾ ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ വ്യക്തി ജീവിതങ്ങളിലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അരൂപികളെ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ നാഥൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരാൻ പോവുക. ആ സാന്നിധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ എല്ലാ അശുദ്ധാരൂപികളെയും കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ എല്ലാ അരൂപികൾക്കും ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ട് പരിശുദ്ധാരൂപി നമ്മുടെ കുടുംബങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേലും നിലയുറപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഇവരെ നോക്കാൻ ഭയപ്പെട്ടിരുന്ന ചിലരൊക്കെ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആത്മീയ ലോകത്തിൻ്റെ ശത്രു തന്നെയാണ്, പിശാച്. കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഇപ്പോൾ ഇവിടെ ഒരു അൾത്താരയിൽ ഈശോ സന്നിഹിതനാണ്. ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളിലോ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ നിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. അങ്ങനെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവൻ ചോദിക്കും, എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പക്ഷേ ഈശോയ്ക്കുള്ള അധികാരം, പിശാചിൻ്റെ മേലുള്ള അധികാരം ഈശോ ഉറപ്പിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബങ്ങളുടെ മേൽ അധികാരം ഈശോ ഇപ്പോൾ ഉറപ്പിക്കും. അതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ എവിടെയൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളുണ്ടോ, അന്ധകാര ശക്തികൾ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, വചനത്തിലൂടെ നമ്മൾ കേട്ട രീതിയിലുള്ള പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ കിടക്കുന്ന ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് മനസ്സിൽ ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുക. അവരുടെ വിശുദ്ധീകരണത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ പ്രവർത്തിക്കണം. ഈശോ പരിശുദ്ധാത്മാവിൽ അത്ഭുതം ചെയ്യുമ്പോഴാണ് അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്. മനസ്സിൽ ഓർക്കുക, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും വിടുതൽ കിട്ടണമെങ്കിൽ അത് കർത്താവിന് കൊടുക്കാം. ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തിന്മ പ്രവർത്തിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വചനത്തിലൂടെ മനസ്സിലായെങ്കിൽ ഈശോയെ എനിക്ക് ആ മേഖല വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളിയായിരിക്കും ഇതുപോലത്തെ തിന്മയിൽ കിടക്കുന്നത്. ഒരുപക്ഷെ അസ്വാഭാവികമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒന്ന് എളിമപ്പെടാൻ പറ്റുന്നില്ല, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണത, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ കടന്നു വന്ന് ശാരീരികമായ പീഡകൾ പോലും തരുന്ന അവസ്ഥകൾ, സ്വന്തം അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ, ഒരുപക്ഷെ നോർമലായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതിന് വിപരീതമായ ഏതെങ്കിലും തീരുമാനങ്ങളോ പ്രവർത്തികളോ നമ്മുടെ കുടുംബങ്ങളിലോ കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളിലോ വ്യക്തികളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നിൽ തന്നെ പ്രവർത്തിക്കുന്നു, അതിപ്പോൾ കർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ഈശോ വിടുതൽ തരുന്ന ദൈവമാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനം ഉണ്ടായിരുന്നോ, അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ, അവരൊക്കെ ആത്മാവിൽ വിടുതൽ സൗഖ്യം എടുത്തവരാണ്. ഈ നിമിഷം ഈശോ എനിക്കും നിനക്കും വാഗ്ദാനം ചെയ്യുന്ന ഈ സൗഖ്യമാണ്, ഈ വിടുതൽ നീ ആഗ്രഹിക്കണം. ആദ്യം ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ എനിക്ക് വേണം, എനിക്ക് സൗഖ്യം വേണം. ചില സമയത്ത് ചില പിടിവാശ സ്വഭാവങ്ങൾ എനിക്കുണ്ട്, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, ചില ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി അകാരണമായ വാക്കുകൾ സംസാരിക്കുക, മുറിപ്പെടുത്തുന്ന സംഭാഷണങ്ങളിലേക്ക് പോവുക, വാതിൽ കൊട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കുക, കാറുക, അലറി വിളിക്കുന്ന സ്വഭാവം. അവർ കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, ഇപ്പം എന്നാ കുഴപ്പം എന്നുള്ള ഇതിൻ്റെ ഒക്കെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചിന്തകൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയം പീഡിപ്പിക്കുന്ന അവസ്ഥകൾ, സ്വയം മുറിപ്പെടുത്തുന്ന അവസ്ഥകൾ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വചനം നമ്മൾ കൃത്യമായിട്ട് ബോധ്യം തന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് വിടുതൽ വേണം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സമയം, ദിവ്യകാരുണ്യ സാന്നിധ്യം നമുക്ക് വേണ്ടി ഇതാ നമ്മുടെ കൂടെയുണ്ട്. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ആരെയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം കൊടുക്കുക. ഈശോയെ, വർഷങ്ങളായി ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, ഈ മക്കളെ പീഡിപ്പിക്കുന്ന, ഈ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മകളിൽ നിന്നും കർത്താവെ, ആ പീഡനത്തിന് ഇരയായവർ, തിന്മയുടെ സ്വാധീനത്തിൽ കിടക്കുന്ന മക്കൾക്ക് വിടുതൽ കിട്ടിയാൽ ഈ കുടുംബങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, ഇവർക്ക് സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും, സ്നേഹത്തിൽ വളരാൻ പറ്റും. അതിനൊക്കെ പറ്റാത്ത രീതിയിൽ
ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്നും ദൂരെ മാറിപ്പോകട്ടെ, ഈ മക്കളിൽ നിന്നും ഇപ്പോൾ തന്നെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങേക്ക് തന്നിരിക്കുന്ന അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മത്തായി 18:18 അധികാരത്തോട് ചേർന്നുകൊണ്ട് ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന ദൈവവചനത്തിൻ്റെ മുഴുവൻ അധികാരവും ശക്തിയും ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബങ്ങളെ ഇപ്പോൾ വിടുതൽ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മകൾ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോകട്ടെ, ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ തന്നെ ദൂരെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, കരുണ കാണിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ മക്കൾക്ക് വിടുതലും സൗഖ്യവും ഇപ്പോൾ തന്നെ നൽകണമേ. തിന്മ കെട്ടിയിട്ടത് മൂലം കടന്നു വന്നിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയിൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ തുറന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ തിന്മ തനിയെ വിട്ടടിയും. അതുകൊണ്ട് ഈശോയെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയൂ